ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ഏകദേശം ലോഞ്ച് ടൈമും കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മുമ്പ് ഗ്ലോബലി ലോഞ്ച് ചെയ്ത ഫോണാണ്. അതുകൊണ്ട് തന്നെ പല സ്പെസിഫിക്കേഷനും കൺഫേംഡ് ആണ്. സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരിക ഫോണിൻ്റെ ബാക്കിലായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിരിക്കും വരിക. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളും വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ തിക്നെസ് വരിക ഏകദേശം 8.75 mm ആയിരിക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഗ്ലോബൽ വെർഷനിൽ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ് വന്നിരുന്നത്. എന്നാൽ ഈ ഫോണിൻ്റെ നൈജീരിയൻ വെർഷനിൽ 1.3 GHz ക്ലോക്ക് ചെയ്യുന്ന മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ് വന്നിരുന്നത്. ഇന്ത്യൻ വെർഷനിൽ ഏത് പ്രോസസ്സറായിരിക്കും എന്നുള്ള കാര്യമൊന്നും കൺഫേംഡ് അല്ല. എന്നാലും 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൻ്റെ ഗ്ലോബൽ വെർഷനിൽ 3 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് വന്നിരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നതായിരിക്കും. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണ് ആൻഡ്രോയിഡ് 10 ഗോ എഡിഷൻ സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും വരിക. ഇതിൽ XOS സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ മെയിൻ സെൻസർ വരിക 13 MP പിന്നെ 2 QVGA ലെൻസും വരുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ മൈക്രോ USB ചാർജിങ് പോർട്ടായിരിക്കും വരിക. പിന്നെ വിലയുടെ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയിരിക്കാനാണ് സാധ്യത. വില 6500 രൂപ 7000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ഫെബ്രുവരി പകുതിയോടായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഫെബ്രുവരി പകുതിയോടെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്.